ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി ആദ്യമായി ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസ് 1 അധ്യായം 3-4 വചനങ്ങളാണ്. 2 Peter chapter 1 verses 3 and 4. തന്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ ഇടവരുന്നു. അതാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായ 2ാം ഭാഗമാണിത്. ദൈവ സ്വഭാവം അഥവാ ദൈവിക സ്വഭാവം, അതിന് പങ്കാളികളാകുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. ഇന്ന് ദൈവിക സ്വഭാവത്തിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. The obstacles on the way of partaking divine nature. നാം ഇവിടെ വായിച്ചല്ലോ, ലോകത്തിലുള്ള മോഹങ്ങൾ നിമിത്തമുള്ള നാശം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾ ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, പങ്കാളികളായി തീരുവാൻ ഇടവരുന്നു. അത് വർത്തമാനമായ ഒരു കാര്യമാണ്, പുരോഗമിച്ചു വരുന്ന ഒരു കാര്യമാണ്. പാർട്ടേക്കിംഗ് അഥവാ റീഗെയിനിങ്, പങ്കാളികളാകുക, വീണ്ടും ലഭിക്കുക, വീണ്ടും നേടുക എന്നുള്ള ഒരാശയമാണ് അവിടെ നാം കാണുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കാലത്ത് പണ്ട് ദൈവിക സ്വഭാവം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കൈമോശം വന്നു പോയി. ഈ ദൈവിക സ്വഭാവത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് അതിലേക്ക് വരേണം എന്നാണ് പത്രോസ് പറയുന്നത്. ഒരിക്കൽ യേശു ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന കാര്യം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അയാളുടെ പേര് ബർത്തിമായി എന്നാണ്. ബർത്തിമായി വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. അവനോട് ചോദിച്ചു, കർത്താവ് ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്തു തരണം? ഉടനെ ബർത്തിമായി പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതിൻ്റെ ശരിയായ തർജ്ജമ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. ഐ വോണ്ട് ടു റീഗെയിൻ മൈ സൈറ്റ്. ഒരു കാലത്ത് അവൻ കാഴ്ച ഉള്ളവനായിരുന്നു, പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. എനിക്കെൻ്റെ കാഴ്ച തിരികെ കിട്ടണം. അതുപോലെയാണ് ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് ദൈവിക സ്വഭാവം മടക്കി കിട്ടണം. മാനവജാതിയുടെ ചരിത്രം നോക്കിയാൽ മനുഷ്യജാതി മുഴുവനും തുടക്കത്തിൽ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ദൈവിക സ്വഭാവത്തിലാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ കാലക്രമേണ അവർക്കത് കൈമോശം വന്നുപോയി. നമുക്ക് ആ ഭാഗം ബൈബിളിൽ നിന്ന് വായിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സ്വരൂപത്തിലും തനി സ്വഭാവത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 26-27 വചനങ്ങൾ വായിക്കാം. ജനസിസ് ചാപ്റ്റർ 1 verses 26 and 27. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അവർക്ക് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പറവജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിൽ ഉഴലുന്ന എല്ലാ ഇഴജാതികളുടെ മേലും അധികാരം ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. മതി, അത്രയും മതി. അവിടെ നാം വായിക്കുന്നു, ദൈവം 2 പ്രാവശ്യം പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ ഛായയിലും, ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്ക്നെസ്. ശ്രദ്ധിക്കണമേ, ലോക സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സ്വഭാവത്തോടുകൂടി, ദൈവത്തിന്റെ സ്വരൂപത്തോടുകൂടി, ഇൻ ഹിസ് ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. അതാണ് ഈ പറയുന്ന പത്രോസ് ഇവിടെ പറയുന്ന ദൈവിക സ്വഭാവം, ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത് അവിടെയാണ്. പത്രോസ് എഴുതുന്ന ഭാഗത്തും ഏദൻ തോട്ടത്തിലെ സംഭവത്തിന് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. മനുഷ്യന് ഈ ദൈവിക സ്വഭാവം കൈമോശം വന്ന ഒരു കാര്യമാണ് പിന്നീട് നാം ബൈബിളിൽ വായിക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ഈ ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടത് എന്നുള്ളതിൻ്റെ ചരിത്രം അവിടെ ഉണ്ട്. നമുക്കത് പരിചയമുണ്ട്.
ആ ഭാഗം വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 through 7. യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് സ്ത്രീയോട്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തൊടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണ് എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് ഭക്ഷിച്ചു. ഭർത്താവിനും കൊടുത്തു, അവനും ഭക്ഷിച്ചു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി അര മറച്ചു. നാം ഈ ഭാഗം വായിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവ സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക്, മാനവജാതിയിലേക്ക് പാപം കടന്നു വന്നത് എന്നാണ് ഈ 7 വാക്യങ്ങളിൽ വായിച്ചത്. ദൈവം ആദമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കി. അവർക്ക് ചില കൽപ്പനകൾ, നിയമങ്ങൾ കൊടുത്തു. ഇന്നതിന്നതൊക്കെ ചെയ്യാം, ഇന്നതിന്നതൊക്കെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ദൈവം നിശ്ചയമായിട്ടും അവർക്ക് ഉറപ്പ് കൊടുത്തു. എന്നാൽ ഈ മനുഷ്യൻ ദൈവ സ്വഭാവത്തിൽ നല്ലവനായി, അനുഗ്രഹമുള്ളവനായി, ഇങ്ങനെ നല്ല ഒരു മനുഷ്യനായി ജീവിക്കുന്നത് ആർക്കിഷ്ടമില്ല? മനുഷ്യന്റെ ആത്മാക്കളുടെ ശത്രുവായ സാത്താന് ഇഷ്ടമില്ല. നമുക്ക് ആ കഥയൊക്കെ അറിയാം, സംഭവമൊക്കെ അറിയാം. അതുകൊണ്ട് വിശദമാക്കുന്നില്ല. നമ്മുടെ നന്മയിൽ ഇഷ്ടമില്ലാത്ത ഒരു ശത്രു നമുക്കുണ്ട് എന്നിന്ന് രാവിലെ നാം ഓർത്തുകൊള്ളണം. നമ്മുടെ ആത്മാക്കളുടെ ശത്രുവായ ഒരു പിശാച് ഉണ്ട്. അന്ന് ഹവ്വയുടെ അടുത്ത് വന്ന് അവൾക്ക് ആ ഫലം കാണിച്ചു കൊടുത്തിട്ട്, ദൈവം പറഞ്ഞത് കള്ളമാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, ദൈവം പറഞ്ഞതുപോലെ അല്ല, നിങ്ങൾ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഒരു തെറ്റായ കാര്യം ഹവ്വയെ വിശ്വസിപ്പിച്ച് അവളുടെ കണ്ണിനിമ്പമായ ആ പഴം കാണിച്ചു കൊടുത്തു. അത് കാണാൻ കൊള്ളാം, സൗന്ദര്യമുള്ളതാണ്, അത് തിന്നാൽ ജ്ഞാനം പ്രാപിക്കും, വളരെ മനോഹരമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വശീകരിച്ച് സ്ത്രീയെ, ആ സാത്താന്റെ പ്രതിരൂപമായ ആ പാമ്പ് അവളെ വഞ്ചിച്ചു. അവൾ അതെടുത്ത് ഭക്ഷിച്ചു, ഭർത്താവിനും കൊടുത്തു. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇരുവരും അവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു, തങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം മാനവജാതി ഇന്നേ വരെയും പാപത്തിൽ ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങളൊക്കെ ജനിച്ച് ജീവിക്കുന്നത് പാപത്തിലാണ്. നമ്മിൽ ആ പാപത്തിന്റെ അംശങ്ങൾ കുടികൊള്ളുന്നു. അതാണ് നമ്മെ ദൈവ സ്വഭാവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞ് തിരിച്ചു മാറ്റിക്കളയുന്നത്. നമ്മെ പിശാചിന്റെ സ്വഭാവത്തിലേക്ക്, ദോഷകരമായ സ്വഭാവങ്ങളിലേക്ക് മാറ്റിവിടുന്നത് ഈ പാപത്തിന്റെ വിത്തുകൾ നമ്മിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവം അതിന് ഒരു പരിഹാരം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ കൂടെ വായിക്കാം. എന്താണ് സാത്താൻ ഹവ്വയുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം? 2 കൊരിന്ത്യൻസ് chapter 11 verses 2 and 3. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ തീഷ്ണത ഉള്ളവനാകുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക ഭർത്താവിന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഴിതെറ്റി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഒരു ഭയമാണ് പൗലോസിനുണ്ടായിരുന്നത്. സർപ്പം പണ്ട് ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ചു, അവളെ പാപിയാക്കി മാറ്റി, അവളുടെ ദൈവീയ സ്വഭാവമൊക്കെ മാറ്റിക്കളഞ്ഞു, അവളെ പിശാചിന്റെ സ്വഭാവത്തിലേക്ക് വഴിതെറ്റിച്ച് വിട്ടു. ഇതുപോലെ യേശുവിനെ സ്വീകരിച്ച ദൈവമക്കളായി തീർന്ന നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ ഇതുവരെ കേട്ടത്, മാനവജാതിയിൽ പാപം കടന്നു, അവനുണ്ടായിരുന്ന ദൈവിക സ്വഭാവം അവന് നഷ്ടമായി. ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്, മനുഷ്യന്റെ എല്ലാവരുടെയും ചരിത്രമാണ്. നാം ദൈവത്തിന്റെ സ്വഭാവത്തിലും സ്വരൂപത്തിലും ഛായയിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും പിശാച് വന്ന് മനുഷ്യന്റെ നന്മയിൽ സന്തോഷമില്ലാത്ത സാത്താൻ കടന്നു വന്നിട്ട് അവനെ തെറ്റിച്ചു. ഇന്ന് ഈ കാലത്തും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും നമ്മെ തെറ്റിക്കുവാനും
ദൈവിക സ്വഭാവത്തിൽ നമ്മെ വലിച്ചു താഴെ ഇറക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ശത്രു ഉണ്ട്, ഒരു പിശാചിന്റെ പ്രവൃത്തി ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചും സാത്താൻ കൊണ്ടുവരുന്ന തടസ്സങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പാപത്തിന്റെ പലവിധ സ്വഭാവങ്ങൾ മനുഷ്യനിൽ സാത്താൻ കൊണ്ടുവന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6-9 മുതൽ 11 വരെ വായിച്ചാൽ മനുഷ്യനിലുള്ള പാപങ്ങളെക്കുറിച്ച്, ദൈവ സ്വഭാവത്തിൽ നിന്നും അവൻ എങ്ങനെ അകന്നുപോയി, അവൻ ദുഷ്ടതയുള്ളവനായി തീർന്നു എന്ന് കാണാൻ സാധിക്കും. 1 Corinthians chapter 6 verses 9-11. അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവീൻ. ലൈംഗിക ദുർനടപ്പുകാർ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, സ്വവർഗ സംഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, പരദൂഷണക്കാർ, കവർച്ചക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ അങ്ങനെയുള്ളവരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, നിങ്ങൾ എന്തുമാത്രം ദുഷിച്ചവരും ദൈവ സ്വഭാവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയവരുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, കൊരിന്തിലെ സഭയിൽ അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പല പാപ സ്വഭാവങ്ങളുടെ ഒരു പട്ടികയാണ് അവിടെ പൗലോസ് പറയുന്നത്. വിശേഷിച്ചും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും, ദുർമാർഗ ജീവിതവും, വിഗ്രഹാരാധനയും, മദ്യപാനവും, ലക്കുകെട്ട ജീവിതവും അവരുടെ ജീവിതചര്യയായിരുന്നു. എങ്കിലും ഒരു പ്രത്യാശയുടെ വചനമാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു, എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വ്യത്യാസമുണ്ടായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. നിങ്ങൾക്ക് ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകുവാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ വ്യത്യാസമുള്ളവരാണ്. യു ആർ ഡിഫറെന്റ് പീപ്പിൾ. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ആർക്കാ ശമ്പളം കിട്ടുന്നത്? എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ഉദ്യോഗം ചെയ്യുന്നവർക്കാണ് ശമ്പളം കിട്ടുന്നത്, അല്ലേ? അതാ ശമ്പളം എന്ന് പറയുന്നത്. പാപത്തിന് ദാസന്മാരായി പാപത്തെ സേവിക്കുന്നവർക്കും പിശാച് ഒരു ശമ്പളം കൊടുക്കും. ആ ശമ്പളം അന്ത്യത്തിൽ, ജീവിതത്തിന്റെ അന്ത്യം വരുമ്പോൾ, ആ നിത്യമായ മരണമാണ് സാത്താൻ കൊടുക്കുന്ന ശമ്പളം. പിശാച് എന്ന യജമാനൻ തൻ്റെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. അത് നിത്യമരണമാണ് ആ ശമ്പളം. പ്രിയപ്പെട്ടവരെ, അത് കളിയായിട്ടുള്ള കാര്യമല്ല, ഗൗരവമായിരിക്കുന്ന വിഷയമാണ്. നാം പാപത്തിൽ തുടർന്നാൽ, ദുഷ്ടതയിലും ദോഷത്തിലും അസത്യത്തിലും മോശമായ കാര്യങ്ങളിലും പാപകരമായ ചിന്തകളിലും ദുർമോഹങ്ങളിലും തുടർന്നാൽ അതിന് കിട്ടുന്ന ശമ്പളം ആത്യന്തികമായിരിക്കുന്ന മരണമായിരിക്കും. അത് നാം ഗൗരവമായി ചിന്തിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുകയും വേണം. മറിച്ച് ദൈവിക സ്വഭാവത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഞാനതിനോട് ചേർന്ന് പാപത്തിൽ നിപതിച്ചു പോയ മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പരിഹാരം എന്താണ്? ദ റെമഡി ഗോഡ് ഹാസ് പ്രൊവൈഡഡ് ഫോർ ദ ലോസ്റ്റ് ഹ്യൂമാനിറ്റി. നഷ്ടപ്പെട്ടു പോയ മാനവജാതിക്ക് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെക്കുറിച്ചും 2 വാക്ക് ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. മറ്റാരെയുമല്ല, തൻ്റെ സ്വന്തം ഇഷ്ടപുത്രനായ നമ്മുടെ കർത്താവായ യേശുവിനെ മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അയച്ചു. ബേത്ലഹേമിൽ ജാതനായി, ഗലീലയിൽ കൂടുതൽ ശുശ്രൂഷിച്ചു, പിന്നെ യെരുശലേമിൽ പ്രവർത്തിച്ചു, പ്രസംഗിച്ചു. അങ്ങനെ ദൈവം തൻ്റെ പുത്രനെ പാപം ചുമക്കുന്ന ഒരുവനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹി ബിക്കെയിം അവർ സിൻ ബെയറർ. നമ്മുടെ പാപത്തെ ചുമക്കുന്നവനായി യേശുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ആദം ഹവ്വമാരിലൂടെ മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ട ദൈവിക സ്വഭാവത്തെ മടക്കി തരുവാനും നമ്മെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരാക്കി പണിതുറപ്പിച്ച് വീണ്ടും മടക്കി വരുത്തുവാനും വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശുവിൻ്റെ പാപപരിഹാര ബലി നിമിത്തം നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നു, ദൈവവുമായിട്ടുള്ള കണക്ഷനും ബന്ധവും ഉണ്ടാകുന്നു, ദൈവസഭയിൽ നമുക്ക് അംഗത്വം കിട്ടുന്നു. മാത്രമല്ല, ദൈവിക സ്വഭാവത്തിലേക്ക് ദൈവം നമ്മെ മടക്കി വരുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് പത്രോസ് പറയുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 24 and 25. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേലേറി അവന്റെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ വഴിതെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നു. യു ഹാവ് കം ബാക്ക്. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം നിങ്ങളെ കർത്താവായ യേശു പിതാവിനോട് അടുപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ തൻ്റെ അടുത്തേക്ക് ദൈവം മടക്കി വരുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മെ മടക്കി വരുത്താൻ തുടങ്ങി. എല്ലാം ആയിട്ടില്ല, നാം പൂർണ്ണമായിട്ടും ഒന്നും വന്നിട്ടില്ല. എന്നാൽ ആ മടങ്ങി വരവിന്റെ പ്രവൃത്തി ദൈവം തുടങ്ങി വെച്ചു എന്നുള്ളതാണ് സത്യം. ഹി ഈസ് ബ്രിങ്ങിങ് us ബാക്ക് ടു ഹിംസെൽഫ്. നമ്മെ മടക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നിന്ന് ആര് തീരുമാനിക്കും? കർത്താവിനോട് പറയാമോ? ദൈവമേ, യേശുവേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും മടങ്ങി വരുവാനും ദൈവിക സ്വഭാവത്തിലേക്ക് വന്ന് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. മുൻപ് ജീവിച്ചിരുന്ന ഒരു ആംഗ്ലേയ കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാ ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേരെന്താണ്? പാരഡൈസ് ലോസ്റ്റ്, അല്ലേ? പറുദീസ നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം മറ്റൊരു കവിത എഴുതിയെന്നാണ് കേട്ടിട്ടുള്ളത്. പറുദീസ വീണ്ടെടുത്തു, അത് തിരിച്ചു കിട്ടി. അത് യേശുവിലൂടെയാണ് തിരിച്ചു കിട്ടിയത്. അത് ബൈബിൾ സംബന്ധമായ ഒരു കവിതയാണ്, ഒരു പുസ്തകമാണത്. പറുദീസ നഷ്ടപ്പെട്ടു, എന്നാൽ പറുദീസ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു കിട്ടി. മനുഷ്യന് ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവിക സ്വഭാവം പിന്നെ കർത്താവായ യേശുവിലൂടെ മടക്കി കിട്ടിയിരിക്കുന്നു. അതാണ് സദ്വർത്തമാനം. ദൈവം നമ്മുടെ കണ്ണുകളെ ആ സത്യങ്ങളിലേക്ക് തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, പറുദീസ മനുഷ്യന് നഷ്ടപ്പെട്ടു എങ്കിലും അങ്ങയുടെ പുത്രനിൽ കൂടി, അങ്ങയുടെ പുത്രന്റെ പാപപരിഹാര ബലി നിമിത്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തനിമിത്തം എനിക്ക് പറുദീസ മടക്കി കിട്ടി. ദൈവിക സ്വഭാവം മടക്കി കിട്ടി. എൻ്റെ ചിന്തകളൊക്കെ മാറി, എൻ്റെ സംസാര രീതിയൊക്കെ മാറി. എൻ്റെ കോപവും ദേഷ്യവും പിണക്കവും ദുരാസക്തികളും ദുശ്ചിന്തയും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷമില്ലാത്തതും ക്ഷമിക്കാത്ത സ്വഭാവവും വഴക്കുണ്ടാക്കുന്ന സ്വഭാവവും ഇതെല്ലാം മാറിപ്പോയി, മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പറുദീസ തിരിച്ചു കിട്ടി. ദൈവിക സ്വഭാവം എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് പത്രോസ് ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ദൈവിക സ്വഭാവത്തിന് ഓഹരിക്കാരാകുവാൻ ഇടവരുന്നു. ഇറ്റ് ഈസ് ഹാപ്പനിങ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇത് പിതാവായ ദൈവം കൊടുത്ത ഒരു അധികാരത്തെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. പിതാവായ ദൈവം മനുഷ്യർക്ക് ഒരു അധികാരം കൊടുത്തു. എന്താണ് അധികാരം? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാനും തങ്ങളുടെ പാപജീവിതം ഉപേക്ഷിക്കുവാനും അങ്ങനെ ദൈവമക്കളായി തീരുവാനുമുള്ള ഒരു അധികാരമാണ് കൊടുത്തത്. ദി അതോറിറ്റി ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇത് പറ്റിയ ഒരു സമയമാണ്. യേശുവിനെ സ്വീകരിച്ച്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദൈവമകനോ ദൈവമകളോ ആകുവാൻ ഇന്ന് സാവകാശമുണ്ട്. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കുന്നു. ഐ എം സോറി. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിച്ച് കരയുന്നു. എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങളെ മാറ്റണമേ. അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ പുതിയ ആളാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എനിക്ക് മടക്കി തരണമേ. ദൈവിക സ്വഭാവത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട്
ദൈവിക സ്വഭാവത്തോട് നാം താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം നോക്കാം. റോമർ 8-ാം അധ്യായം 29-ാം വചനം നോക്കുക. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 29. അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് ദൈവം ചെയ്തത്. തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കുവാനായിട്ടാണ് ദൈവം നമ്മെ മുൻ നിയമിച്ച് വിളിച്ച് ഇങ്ങനെ ദൈവമക്കളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ ഭൂമിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇവിടെ ഉദ്യോഗം ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുക എന്നുള്ളതൊന്നും അല്ല. മക്കളെ വളർത്തുക, കുടുംബം പുലർത്തുക, ഇതൊക്കെ 2-3 കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം നമ്മെ മുൻ നിയമിച്ച് വിളിച്ച് വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. അവിടെ നാം കാണുന്ന ദൈവിക സ്വഭാവമാണ്. ദ ഡിവൈൻ നേച്ചർ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കാണുന്ന ആ ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മെ അനുരൂപരാക്കി അതുമായിട്ടും ഏകീഭവിപ്പിച്ച് കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതുവരെയും മാനവജാതിക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടതും അത് തിരിച്ചു കിട്ടുവാൻ ദൈവം എന്ത് ചെയ്തു എന്നും നമുക്ക് എങ്ങനെ തിരിച്ചു കിട്ടാൻ കഴിയും എന്നുമാണ് ഇതുവരെ നാം ചിന്തിച്ചത്. ദെയർ ഈസ് ഹോപ്പ് ഫോർ എവറി വൺ. നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? വലിയൊരു പ്രത്യാശയുണ്ട്. നഷ്ടപ്പെട്ട ദൈവിക സ്വഭാവം ഇന്ന് തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവകൃപയാൽ അത് തിരിച്ചു കിട്ടുവാനുള്ള സാവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ദൈവിക സ്വഭാവം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതും അതിൻ പ്രകാരം നന്നായിട്ടൊക്കെ ജീവിച്ചു പോവുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ നിന്ന് നമ്മെ തടസ്സം ചെയ്യുന്ന ചില ശക്തികൾ വഴിയിൽ നിൽക്കുന്നുണ്ട്. എന്താണ്? നമ്മെ തടസ്സപ്പെടുത്തുന്ന ചില ശക്തികൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനെക്കുറിച്ച് നാം ഗ്രാഹ്യം ഉള്ളവർ ആയിരിക്കേണ്ടതാണ്. നമ്മുടെ ശത്രുവിനെ നാം തിരിച്ചറിയണം. മറ്റാരുമല്ല ആ ശത്രു. അത് നമ്മുടെ ആത്മാക്കളുടെ ശത്രുവായ സാക്ഷാൽ പിശാച് തന്നെയാണ്, സാത്താൻ തന്നെയാണ്. ദൈവമക്കളായ നാം നന്നായി ചൊവ്വായി വരുന്നത് സാത്താൻ ഒട്ടും ഇഷ്ടമില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മാർഗത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും നമ്മെ തെറ്റായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ഒരു പദ്ധതിയാണ്. അത് സാത്താന്റെ കൗശലങ്ങളാണ്. നാം അതിനെക്കുറിച്ച് അറിവുള്ളവർ ആയിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം നോക്കുക. അവിടെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. The book of 1 Peter chapter 5 verse 8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ, നിങ്ങളുടെ എതിരാളിയായ പിശാച് എന്തു ചെയ്യുന്നു? ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അങ്ങനെ അവൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും വഴിയിൽ വെച്ച് കാണും. ചിലപ്പോൾ നമ്മുടെ വീട്ടിന് ആ സൈഡിൽ കൂടെ ഒക്കെ വരും. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളിൽ അവൻ കയറി ബാധിക്കും. അവിടുന്ന് ആ സാത്താൻ നമ്മുടെ പ്രതിയോഗിയാണ്, അഡ്വേഴ്സറിയാണ്. ഈസ് അവർ അഡ്വേഴ്സറി, ഈസ് അവർ എനിമി. അവൻ നമ്മുടെ ശത്രുവാണ്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, സർവശക്തൻ ഒരാളേ ഉള്ളൂ. അത് സാത്താൻ അല്ല, നമ്മുടെ ദൈവമാണ് സർവശക്തൻ. സാത്താൻ സർവശക്തനല്ല. ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കി ചുറ്റി നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുവെങ്കിലും നമ്മുടെ പിതാവായ ദൈവമാണ് സർവശക്തൻ. നാം ആരും പിശാചിനെ മഹത്വീകരിച്ചുകൊണ്ട് ഒയ്യോ എവിടെ തിരിഞ്ഞാലും പിശാച് എന്ന് പറഞ്ഞ് പിശാചിനെ മഹത്വപ്പെടുത്തുന്നവരായി നാം തീരരുത്. നമ്മുടെ ചിന്താഗതികളിലൊന്നും അതുണ്ടായിരിക്കരുത്. ഇതിനെല്ലാം കാരണം പിശാചാണ് എന്ന് പറഞ്ഞ് പിശാചിനില്ലാത്ത ശക്തികളും കഴിവുകളും മഹത്വവും ഒന്നും അയാൾക്ക് കൊടുക്കണ്ട. പിശാച് ദുഷ്ടത പ്രവർത്തിക്കുന്നവനാണ്, നമ്മെ തെറ്റിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എങ്കിലും അവനേക്കാളൊക്കെ വളരെ ശക്തനായ ഒരു ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം പിശാചിനെ തോൽപ്പിച്ചു. അവൻ്റെ ആയുധവർഗം പിടിച്ചു വാങ്ങി അവനെ നിരായുധനാക്കിയിട്ടുണ്ട്. ഇന്ന് പിശാച് ബഹളം വെക്കുകയൊക്കെ ചെയ്യുമെന്നേ ഉള്ളൂ. പക്ഷെ അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനി പരദേശി മോക്ഷയാത്ര എന്ന കഥയിൽ കൂടെ അതിൽ നാം വായിക്കുമ്പോൾ അയാൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വഴിയിൽ അങ്ങോട്ട് പോകേണ്ട വഴിയിൽ സിംഹങ്ങൾ കിടക്കുന്നു. ഇയാൾ പേടിച്ച് ആരണ്ടെങ്കിൽ നിൽക്കുക, മുമ്പോട്ട് പോകാൻ വയ്യ. സിംഹം ഭയങ്കര അലറുന്ന സിംഹം അവിടെ 2 എണ്ണം കിടക്കുകയാണ്. ഒടുവിൽ
ഒരാൾ വന്ന് ഇവനോട് പറഞ്ഞു, ക്രിസ്ത്യാനി നീ പേടിക്കണ്ട, നോക്ക്, സൂക്ഷിച്ചു നോക്ക്, അവന്റെ കഴുത്തിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരമാണ് ക്രിസ്ത്യാനിക്ക് മനസ്സിലായത്, ഈ അലർന്ന സിംഹം വഴിയുടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും അവൻ ക്രിസ്ത്യാനിയെ ഒന്നും ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല, അവനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് സിംഹങ്ങളുടെ നടുവിലൂടെ ആര് പോയി? ക്രിസ്ത്യാനി മുമ്പോട്ട് നടന്നങ്ങ് പോയി. അവൻ ഒരു ദ്രോഹവും ഒരു ദോഷവും ഉണ്ടായില്ല. നാം സാത്താനെ പേടിക്കരുത്. പിശാചിന്റെ പ്രവൃത്തികളെ ദൈവമക്കൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ നാമത്തിൽ സാത്താനെ വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തു. എന്തൊക്കെയാണ് ഈ എതിരാളി ചെയ്യുന്നത്? ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ. പിശാച് കൊണ്ടിരുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പിശാച് പല തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവരും. എന്തിനുള്ള തടസ്സങ്ങളാ? ദൈവിക സ്വഭാവത്തിൽ നാം പങ്കാളികളാകാതിരിക്കത്തക്കവണ്ണം പല തടസ്സങ്ങളും കൊണ്ടുവരും. ഒരു പൊതുവെ പറഞ്ഞാൽ സാത്താൻ ചെയ്യുന്ന ഒരു വലിയ ജോലി, നമ്മുടെ മുഖ്യമായ ശ്രദ്ധയെ അവൻ തിരിച്ച് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസിനെ തിരിച്ചുവിടും. ഹി ഡൈവേർട്സ് അവർ ഫോക്കസ്. നമ്മുടെ പ്രധാന ശ്രദ്ധയെ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്നും മാറ്റി അപ്രധാനങ്ങളായ കാര്യങ്ങളിലേക്ക് മാറ്റുന്നു. ഉദാഹരണമായി, രാവിലെ എഴുന്നേറ്റാൽ ദൈവവചനമായ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് നാം അറിയാം. എന്നാൽ നമ്മുടെ ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി സാത്താൻ പല പല ഡിസ്ട്രാക്ഷൻസും പല അശ്രദ്ധകളും തടസ്സങ്ങളും കൊണ്ടിരുന്നു. ബൈബിൾ എടുത്തപ്പോഴേക്ക് ഒരു ശബ്ദം കിടന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ പത്രക്കാരൻ ന്യൂസ് പേപ്പർ കൊണ്ട് മുറ്റത്തോട്ട് ഇട്ടു. അതവിടെ കിടക്കട്ടെ, ഞാൻ ഇതൊക്കെ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു പോയി എടുത്തോളാം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നതാണ് പിശാചിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. ആ ഒരു മാർഗം നാം മനസ്സിൽ വെക്കണം. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരിടത്ത് പോകാനോ ഒക്കെ ഇരുന്നപ്പോൾ വേറൊരു കാര്യം വന്ന് കയറി. ആരാധനയ്ക്ക് പോകാൻ ഞായറാഴ്ച എല്ലാം ഒരുങ്ങി വന്നപ്പോഴാണ് വേറൊരു പ്രശ്നം, അടുത്തൊരാൾ മരിച്ചുപോയി. ഓക്കെ, അതോടെ മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഭരണ വീട്ടിൽ പോകണം, അവിടെ പോയി നിൽക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പലരും ഇങ്ങനെയാ. അല്ലെ, ഇന്നടത്ത് കല്യാണമുണ്ട്, അവിടെ പോകണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുഖ്യത്വം കൊടുക്കാതെ അപ്രധാനങ്ങളായ കാര്യങ്ങളിലേക്ക്, ഇതൊക്കെ പലതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ പല കാര്യങ്ങളും എന്താണ്? അപ്രധാനമായ കാര്യങ്ങളാണ്, ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, തെറ്റായ മുൻഗണനകൾ, റോങ് പ്രയോറിറ്റീസ്, തെറ്റായ ഫോക്കസുകളും ലക്ഷ്യങ്ങളും തെറ്റായ ഉദ്ദേശങ്ങൾ, ഇതൊക്കെ നമ്മുടെ കണ്ണിന് മുൻപിൽ സാത്താൻ കൊണ്ടുവരികയും ദൈവിക സ്വഭാവത്തിന് പങ്കാളികളാകുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മുമ്പ് ഒരു രാജകുമാരിയുമായിട്ടും പന്തയം വെച്ച് ഓടിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? രാജകുമാരി ഡിക്ലെയർ ചെയ്തു, ഓട്ടത്തിൽ എന്നെ തോൽപ്പിക്കുന്ന ആളിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അനേകം നല്ല സ്മാർട്ട് പയ്യന്മാരും വന്നു, ഇവളോട് ഓട്ടം ഓടിയിട്ട് അവരൊക്കെ തോറ്റുപോയി. അവളെ ഭാര്യയായിട്ട് കിട്ടിയില്ല. ഒടുവിൽ ഒരു സാധാരണക്കാരനെ ചെറുപ്പക്കാരൻ വന്നു. അവൻ പന്തയം വെച്ചു, ഞാൻ ഓടാം എന്ന് പറഞ്ഞു. അവൻ ഓട്ടത്തിന് കയറി. രാജകുമാരി അവനും കൂടെ ലൈനിൽ ഓടി. ഓട്ടം മുമ്പോട്ട് പോയപ്പോൾ കുറച്ചു കഴിഞ്ഞ് ഇയാൾ പോക്കറ്റിൽ നിന്ന് നല്ല തിളങ്ങുന്ന ഒരു സ്വർണ്ണ നാണയം എടുത്ത് അവളുടെ മുമ്പിലേക്ക് എറിഞ്ഞു. അവൾക്ക് വളരെ വീക്ക്നെസ് ഉള്ളൊരു കാര്യം ഈ സ്വർണ്ണ നാണയം. അത് കണ്ടപ്പോൾ, അതിൻ്റെ തിളക്കം കണ്ടപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അവൾ അത് പോയി കുനിഞ്ഞ് ആ നാണയം എടുത്ത് അവളുടെ കൈവശം വെച്ചു. സന്തോഷമായിട്ട് പിന്നെ ഓടി. അപ്പോഴത്തേക്ക് മറ്റേ ആൾ കുറച്ചുകൂടെ മുമ്പിൽ വന്നു. വീണ്ടും 100 മീറ്റർ ചെന്നപ്പോൾ അടുത്ത നാണയം അവൻ മുമ്പോട്ട് എറിഞ്ഞു. അത് കുറച്ച് ദൂരോട്ട് മാറി എറിഞ്ഞു. അവൾ അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ മുമ്പിൽ കയറി. 3ാമത്തെ കോയിൻ എറിഞ്ഞ് അതും എടുത്തപ്പോഴത്തേക്ക് ഇവൻ വളരെ മുമ്പിൽ കയറി. അവൻ ഫിനിഷിംഗ് ലൈനിൽ കയറി. അവൻ ജയിച്ചു. അങ്ങനെ രാജകുമാരിയെ വിവാഹം ചെയ്തു എന്നാണ് കഥ. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഈ കഥയിലെ കാര്യം? ആരാണ് ഈ നാണയം എറിയുന്നയാള്? അത് സാക്ഷാൽ സാത്താനാണ് നാണയം എറിയുന്നത്. എന്താണ് ഈ നാണയം? നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ മോഹങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, അതാണ് ഈ നാണയങ്ങൾ. ഈ കാര്യങ്ങളെ സാത്താൻ കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളും സന്തോഷങ്ങളും ഇതൊക്കെ നമുക്ക് നൽകുന്ന കാര്യമാണ് സാത്താൻ ചെയ്യുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനം അത് അപഹരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ അവ മലിനമാക്കുമ്പോൾ അത് പാപകരമായി തീരുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെ നമുക്ക് വായിക്കാം. 1 John chapter
2, verses 15 through 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇവിടെ ലോകത്തിന്റെ മോഹങ്ങളെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് 3 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജഡമോഹം, കണ്ണിന്റെ മോഹം, ലോകത്തിന്റെ പൊങ്ങച്ചവും പ്രതാപവും, മാന്യതയും സ്ഥാനമാനങ്ങളുമെല്ലാം. മിക്ക ആളുകളും ഇതൊക്കെ കണ്ട് അവരുടെ കണ്ണ് മയങ്ങി അതിലേക്ക് പോവുകയാണ്. ഈ ലോകത്തിൽ ധാരാളം, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ്. ഭൂമി മണ്ണും ഭൂമിയൊന്നുമല്ല, ഒരു വ്യവസ്ഥയാണ് ഈ ലോകം. ദിസ് വേൾഡ് ഈസ് എ സിസ്റ്റം. അത് നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി, ഈ ലോകത്തിലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. നല്ല വലിയ എഡ്യൂക്കേഷൻ, ധാരാളം പഠിച്ചു വലിയ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കി വലിയ ഒരു ജ്ഞാനിയായി തീരുക. വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ അത് നിങ്ങളുടെ ദൈവമായി തീരുമ്പോൾ അത് ദോഷമാണ്. അല്ലെങ്കിൽ ഉദ്യോഗവും കരിയറും വലിയ ജോലിയും വലിയ സ്ഥാനമുള്ള ജോലികളും ഒക്കെ നേടുക. നല്ല ഉദ്യോഗം കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, ഒത്തിരി നല്ല കാര്യങ്ങൾ അതിലുണ്ട്. എങ്കിലും ഉദ്യോഗം നിങ്ങളുടെ ദൈവമായി തീരുമ്പോൾ നിങ്ങൾ തെറ്റായ മാർഗത്തിലാണ്. ഉദ്യോഗം ദൈവമായി തീരണ്ട, അതൊരു ജീവസന്ധാരണ മാർഗമായി മാത്രം കണ്ടാൽ മതി. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും ചിലരുടെ മേൽ സ്വാധീനം ഉണ്ടാക്കാനും ഒക്കെ ഉദ്യോഗം, ജോലി നിങ്ങൾക്ക് സഹായകമാകും എന്നുള്ള സത്യമാണ്. ഇനി ലോകമനുഷ്യരെ സംബന്ധിച്ച് സൗന്ദര്യം, നല്ല മുഖം, നല്ലതായിട്ടിരിക്കുക, എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ഇംപ്രഷൻ കൊടുക്കുക, ബ്യൂട്ടിഫുൾ ആയിരിക്കുക, അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയൊരു കാര്യമാണ്. സൗന്ദര്യം ദൈവം തരുന്നതാണ്, അത് നല്ലതാണ്. പക്ഷേ അതിനെ വളരെയധികം ആർട്ടിഫിഷ്യലായി, കൃത്രിമമായി വർദ്ധിപ്പിച്ച് പെരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ളൊരു ആഗ്രഹം വരുമ്പോൾ അത് തെറ്റായ നിലവാരമാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യം, അത് സ്ത്രീ പുരുഷന്മാരൊക്കെയും അത് മര്യാദയ്ക്ക് മാന്യമായി കൊണ്ടുപോയാൽ മതി. അതിനെ പെരുപ്പിച്ച് കാണിക്കാനും വളരെയധികം എല്ലാം ഒരുങ്ങി അലങ്കരിച്ച് ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടാക്കി കാണിക്കുവാനും ഒന്നും നാം ആരും ആഗ്രഹിക്കരുത്. അത് തെറ്റായ നിലയിലേക്കാണ് പോകുന്നത്. അത് പിശാചിൻ്റെ മാർഗമാണ്. നിങ്ങളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിച്ച് ഒരു വലിയ ഒരു പേരുണ്ടാക്കുക, ഒരു പൊങ്ങച്ചം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ സ്വത്തും പണവും ധനവും, അത് ചില ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. കൂടുതൽ പണം ഉണ്ടാക്കുക, കൂടുതൽ നേട്ടം ഉണ്ടാക്കുക. എന്നാൽ ഈ ധനം നശ്വരമാണെന്നും അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്നും ദൈവരാജ്യത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്നും നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ആർജിച്ച സ്വത്തും ധനവും മിക്കതും ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകേണ്ടി വരും. വീട് മാറുമ്പോൾ, താമസം മാറുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴുള്ളത് പലതും വേണ്ട, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. നിങ്ങളുടെ മനസ്സ് ധനത്തിലാണോ ഇരിക്കുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ ഒന്നാമത്തെ നിങ്ങളുടെ പ്രയോറിറ്റി, മുൻഗണന അതാണോ? എങ്കിൽ നിങ്ങൾ അവിടെ ജാഗ്രതയായിരിക്കണം. നിങ്ങൾ കരുതലോടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പല ആളുകളും മാന്യതയ്ക്ക് വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ മാന്യനും സ്റ്റാറ്റസ് ഉണ്ടാക്കാനും സോഷ്യൽ സ്റ്റാറ്റസും മറ്റുള്ളവരുടെ മേൽ അധികാരം ഉണ്ടാകാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരളവിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ നമ്മുടെ മുഖ്യ ശ്രദ്ധ ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതിന് 2-3 സ്ഥാനങ്ങൾ കൊടുക്കാതെ 1-ാം സ്ഥാനത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം തെറ്റിപ്പോകുന്നു. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. നാം പറഞ്ഞു വരുന്നത് ദൈവിക സ്വഭാവത്തിന് തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവുകയും അതിന് മുഖ്യത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ, അത് വലിയ വിദ്യാഭ്യാസമാകട്ടെ, ഉദ്യോഗമോ ജോലിയോ ആകട്ടെ, സൗന്ദര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ധനമോ സ്വത്തോ പണമോ ഒക്കെ ആകട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ സമൂഹത്തിലെ മാന്യതയാകട്ടെ, അഭിമാനമാകട്ടെ, ഏത് കാര്യങ്ങളാണെങ്കിലും
അത് പരിധി വിട്ടു പോകുമ്പോൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോൾ, ദൈവിക സ്വഭാവത്തിൽ നിന്നും സാത്താൻ നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ് എന്ന് ഓർക്കണമേ. ഇതിലേക്ക് നാം കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ വിശപ്പ്, താല്പര്യം നിങ്ങൾ അറിയാതെ കുറഞ്ഞു 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 വരും. യുവർ ആപ്പറ്റൈറ്റ് ഫോർ ദ തിങ്സ് ഓഫ് ഗാഡ്, ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവിക സ്വഭാവത്തിലേക്ക് നാം മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം സഭയിൽ വരുന്നതും പ്രസംഗങ്ങൾ കേൾക്കുന്നതും എല്ലാം ആ ലക്ഷ്യത്തിലേക്കാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതും അതിലേക്കാണ് എന്ന് ഞാൻ പറയട്ടെ. ദൈവികമായ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ വിശപ്പ് കുറഞ്ഞു വരുന്നോ? അതിനുള്ള ചില അടയാളങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയും സഭയും പഴയതുപോലെ വിലമതിക്കാൻ കഴിയുന്നില്ല. ദൈവസഭ നിങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കുറഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ ആത്മീയ വിശപ്പ് കുറഞ്ഞിട്ടുണ്ട്. ദൈവിക സ്വഭാവത്തിലേക്ക് വരുവാനുള്ള വഴി നിങ്ങൾക്ക് സാത്താൻ അടച്ചു കളഞ്ഞിരിക്കുന്നു. നമുക്കൊരു വചനം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. എബ്രായർ 10-ാം 24 25 വചനങ്ങൾ. The book of Hebrews chapter 10 verses 24 and 25. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ പരസ്പരം തീക്ഷ്ണത കാണിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം പ്രബോധിപ്പിക്കാം. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇവിടെ വായിച്ചുവല്ലോ, ചില ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ചില ആളുകൾക്ക് ദൈവികമായ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും. അവർ മീറ്റിങ്ങിന് പോകുന്നത് പലപ്പോഴും മുടക്കും. നിസ്സാരമായ കാര്യം വരുമ്പോൾ പ്രാർത്ഥനയൊക്കെ മാറ്റിവെക്കും. മറ്റൊന്ന് ദൈവവചനവും പ്രാർത്ഥനയുമാണ്. അതിനെ മുടക്കുമ്പോൾ സാത്താൻ വാസ്തവത്തിൽ നിങ്ങൾക്ക് തടസ്സം വെക്കുകയാണ്. യാക്കോബിന്റെ പുസ്തകം 1-ാം 21 വാക്യങ്ങൾ നോക്കുക. The book of James chapter 1 verses 21 and 22. ആകയാൽ എല്ലാ മാലിന്യവും വർദ്ധിച്ച ദുഷ്ടതയും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതായി നിങ്ങളിൽ നട്ടിരിക്കുന്ന വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. നിങ്ങളിൽ നട്ടിരിക്കുന്ന ദൈവവചനത്തെ സൗമ്യതയോടെ സ്വീകരിക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ ആ വചനത്തിന്റെ പ്രകാശനം നാം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ദൈവസഭയിൽ വരുമ്പോഴാണ് അതിന്റെ പ്രകാശനം ലഭിക്കുന്നത്. ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നാം സമയം വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. രാവിലെ ആദ്യത്തെ സമയങ്ങൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാറ്റിവെക്കുന്നത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്. അത് ചെയ്യാതെ ഞങ്ങൾക്ക് ദൈവഭക്തിയിലൊന്നും വളരാൻ കഴിയുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല, ഞാൻ എന്താ നന്നാകാത്തത് എന്നും നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ നന്നാകാത്തതിൻ്റെ കാര്യം, ദൈവിക സ്വഭാവത്തിൽ വളരാത്തതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തിനും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുന്ന കാര്യത്തിൽ പുറകോട്ടാണ്. അത് മാറ്റിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നത് മനസ്സ് വെച്ചുകൊണ്ട് പോകാം. കർത്താവേ, ഞങ്ങളുടെ വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എനിക്ക് 1-ാം സ്ഥാനത്തായിരിക്കട്ടെ. ഞാൻ അതിനെ ഒരിക്കലും മുടക്കുകയില്ല. ഇയ്യോബ് എന്ന ദേവദാസൻ പറഞ്ഞു, എൻ്റെ ദിനംപ്രതിയുള്ള ആഹാരത്തെക്കാൾ അധികമായിട്ട് ദൈവത്തിന്റെ വായിലെ വാക്കുകൾക്ക് ഞാൻ മുഖ്യത്വം കൊടുത്തിരിക്കുന്നു എന്ന് ഇയ്യോബ് പറയുകയുണ്ടായി. അതുമാത്രമല്ല, ദൈവത്തിന്റെ ശക്തിയെ നാം അന്വേഷിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവും നടത്തിപ്പും നിയന്ത്രണവും അന്വേഷിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ദൈവിക സ്വഭാവത്തിൽ മുന്നേറുവാൻ നമുക്ക് പ്രയാസമായിട്ട് വരും. എഫേസ്യർ 6-ാം 10 മുതൽ 12 വരെ വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 6 verses 10, 11 and 12. അവസാനമായി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നോക്കുക, ഇവിടെ പറയുന്നു ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്. ആരോടാണ് യുദ്ധം? ലോകത്തിലുള്ള മനുഷ്യരോട് ആരോടും അല്ല, അത് പിശാചിനോടാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കേണ്ടതിന് നമുക്ക് ആവശ്യമുണ്ട്. അതിന് നാം എന്ത് ചെയ്യണം? ഒടുവിൽ കർത്താവിലും അവിടുത്തെ
അമിത ബലത്തിലും മുറുകെ പിടിക്കുവേൻ, ശക്തിപ്പെടുവേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുറുകെ പിടിച്ചോളൂ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ വീണ്ടും നിറയ്ക്കണമേ. ഓരോ ദിവസവും പുതിയ അഭിഷേകം എനിക്ക് നൽകണമേ. അതൊരു ഫീലിങ്ങിന് വേണ്ടിയല്ല. ഫീലിംഗ് ഒക്കെ ഉണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്തിനു വേണ്ടിയാ? ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ട് മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. To be led and to be controlled by the Holy Spirit. That is the fullness of the Holy Spirit. പരിശുദ്ധാത്മ നിറവ് എന്ന് ബൈബിളിൽ വായിക്കുന്നതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ നടത്തിപ്പും നിയന്ത്രണവുമാണ്. പ്രാഥമികമായിട്ട് ആത്മാവിൻ്റെ വരങ്ങളും ഒക്കെ ഉണ്ട്, അതതിന് ശേഷം മാത്രമേ വരുന്നുള്ളൂ. ഭാവിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചുമുള്ള സംശയം, മറ്റുള്ളവരോട് കയ്പും വിദ്വേഷവും, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത സ്വഭാവം, അല്ലെങ്കിൽ അസൂയ, മറ്റുള്ളവർക്ക് നന്മയോ അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ അത് സന്തോഷമായി സഹിക്കാൻ കഴിയുന്നില്ല, അസൂയ കയറി വരുന്നു. ഇങ്ങനെയുള്ള നിരാശകളും ഡിസ്കറേജ്മെന്റ്സും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഇതെല്ലാം കയറി വരും, നമുക്ക് ദോഷമായി തീരും. ദൈവിക സ്വഭാവത്തിലേക്ക് പങ്കാളികളാകുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഞാൻ പല പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എങ്ങനെ തടസ്സങ്ങളെ അതിജീവിക്കണം എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെ ഇനി സംക്ഷേപിക്കാൻ പോകുന്നു. എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി? എന്താണ് ദൈവിക ജീവനിലേക്കുള്ള വഴി? തടസ്സപ്പെടുത്തുന്നതിനെ അതിജീവിച്ച് എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. അതെ, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭക്തിയും ഏകാഗ്രതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിവോഷൻ ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. ട്രസ്റ്റ് ഈസ് പവർ. കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ നല്ല ഡിസിപ്ലിൻസ് ആവശ്യമുണ്ട്. സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആത്മീയമായ നല്ല ചില പഴക്കങ്ങൾ, സ്വഭാവങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, കൂട്ടായ്മകളെ വിലമതിക്കുക, മീറ്റിങ്ങുകൾക്ക് പോവുക, കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ദൈവത്തിന് വേണ്ടി മനസ്സ് വെച്ച് കൊടുക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൈ തുറന്ന് കൊടുക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല പല സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നാം ഒരു ഭാഗത്ത് വായിക്കുന്നു, റോമാലേഖനത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നു, നിങ്ങൾ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുകയും. മനസ്സിനെ പുതുക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു. പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ദൈവിക സ്വഭാവത്തിന് പങ്കാളികളാകുന്നത്. നാം എന്താണെന്ന് ചിന്തിച്ചത്? ദൈവിക സ്വഭാവത്തിന് പങ്കാളികളാകുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ തടസ്സങ്ങളെ എങ്ങനെ മാറ്റി ദൈവിക സ്വഭാവത്തിൽ മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കും? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും വലിയ പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് യേശുക്രിസ്തുവിൽ കൂടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നാൽ അത് റീഗെയിൻ ചെയ്തുകൊണ്ട്, അതിനെ നേടിയെടുത്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് ദൈവിക സ്വഭാവത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.